അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിലെ ഗ്ലാസ് റിമൂവ് ചെയ്യാണ്. ഫ്രണ്ട് ഗ്ലാസിൻ്റെ അവസ്ഥ ഭയങ്കര ഷോക്കാണ് കേട്ടോ. കാണുന്നത് എൻ്റെ ഇന്നറിലെ പാച്ച് വർക്കൊക്കെ ഏകദേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നറിലിപ്പോൾ റൂഫ് അഴിക്കുകയാണ് ഗ്ലാസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നറിലെ അവസ്ഥ ഇവിടുത്തെ പ്ലാറ്റ്ഫോമൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ പാച്ച് കട്ട് ചെയ്ത് പീസ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഗ്ലാസ് ഇരിക്കണ ആ ഒരു പോർഷൻ ഡാമേജാണ്, അപ്പോൾ അത് നമ്മൾക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്ലാസ് പൊന്തി വരണുണ്ട്, ഗ്ലാസ് സിമ്പിളായിട്ട് പൊന്തി വരാം. डिस्ट्रीब्यूट आएगा तो आ जाएगा लगता है। हाँ नवी दवा वाला इसमें पैड से ही निकाल सकते हैं। आसम का ही किनारा സഹിച്ച് ഭയങ്കര അവസ്ഥ മോശമാണ്. ഗ്ലാസ് ഓൾറെഡി പൊട്ടിയതുണ്ട്, അതാണ് ഈ രീതിയിലൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണത്. അതെ ഇവിടെ മുന്നേ പൊട്ടിയതാണ്, അതാണ് ഈ രീതിയിൽ നമ്മൾ റിമൂവ് ചെയ്യണേ. ഇങ്ങനെയൊന്നും റിമൂവ് ചെയ്യാൻ പാടില്ല, പതുക്കെ ക്ഷമയോടുകൂടി ചെയ്യണം. ഡാമേജ് ഉള്ള ഗ്ലാസ് പിന്നെ എന്തായാലും ഡാമേജ് കുഴപ്പമൊന്നുമില്ല. ഓഫ് സൈഡൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് ലീക്ക് ഉണ്ടായിട്ട് പിന്നെ വെൻറ്റിൽ തേച്ച് കണ്ട ഇതിൻ്റെ ബീഡിങ്ങാണിത്. पेड़ से दबा के देखना, पेड़ से दबा के देख, आ जाएगा लगता है मेरे को. हाथ देखना, हाथ आ जाएगा आ जाएगा आ जाएगा आ जाएगा आ जाएगा. अड्डी पिടിച്ചിട്ടേക്ക് नीचे नीचे वो काटने पड़ेगा. എന്താ അടിഭാഗം കട്ടായിട്ടില്ല, പോരോ കൈ നോക്കിക്കോട്ടെ. ഇവർ ഗ്ലാസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അല്ലേ? ഇല്ല, ഗ്ലാസ് ഇത് 2006 ഗ്ലാസ് കിടക്കണേ, പക്ഷെ വണ്ടി 2008 കോട്ട ഗ്ലാസ് 2008 അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഗ്ലാസ് ചേഞ്ച് ചെയ്തൊക്കെ ഇവർ ഒരുപാട് പ്രാവശ്യം ആ ബീഡിങ്ങിലൊക്കെ സിലിക്കോൺ ഇട്ടിട്ടാണ് അടച്ചടച്ച് വെച്ചിട്ട് അതേമാതിരി ആയിരുന്നു തോന്നുന്നുണ്ടത്. ഭയങ്കര മോശം. ആ മുന്നൊരു Y20 ഉണ്ടായേക്കാളും അവസ്ഥ മോശം. ഇതിപ്പോൾ നമ്മൾ മാക്സിമം അതിൻ്റെ പാനൽ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കും, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റൂഫ് മാറ്റേണ്ട അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ നോക്കട്ടെ, ഇത് പഴിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ആ ഇന്ത്യയിലുള്ള സിലിക്കോണാണ് ഇപ്പോൾ കട്ട് ചെയ്യണത് കേട്ടോ. खाली बाबूजी का मुंह जोड़ करते हैं तो ऐसे करते കളയണം. अरे भाई आनंद कुछ नहीं रखना क्या क्या ये फटा है ना वहीं से बराबर नहीं സിമ്പിളായിട്ട് കട്ട് ചെയ്ത് പോരല്ലേ? ഉണ്ട് പക്ഷേ ഉണ്ട് ഇല്ല കഥം ഒരു കഥം വേല കോർണറിൽ ഡാഷ്ബോർഡ് കമ്പയർ ചെയ്യുക. അപ്പോൾ അത് കാരണമാണ് അവിടെ ഒരു പാനൽ വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഗ്ലാസ് ഫുള്ളും കട്ട് ചെയ്തു. പക്ഷെ അടിയിൽ മാത്രമുള്ള പശ മേലെ നിന്നൊക്കെ ഒരു പോന്നു. ആദ്യേക്കണ ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ ആ ഗ്ലാസ്സുമ്പോൾ എഴുതിയിടും. വേറെ ഒന്നല്ല, നമ്മൾ ഓരോ വണ്ടിയുടെ വേറെ ഗ്ലാസ്സുകളോട്ട് ഇരിക്കാനുണ്ട്, അപ്പോൾ പിന്നെ അത് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഗ്ലാസ് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇടയിൽ ഗ്യാപ്പുകളിലൊക്കെ സിലിക്കോൺ വെക്കണില്ലേ, അത് അങ്ങനെ വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ ഗ്ലാസ് ലീക്ക് ഉണ്ടെങ്കിൽ അഴിക്കുക, സെറ്റ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. പാനലിന് തുരുമ്പുണ്ടെങ്കിൽ വീണ്ടും ചിലപ്പോൾ ലീക്കാൻ വഴിയുണ്ട്. അപ്പോൾ പാനലിന് തുരുമ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ
അതിന് വല്ല പ്രൈമർ കാര്യങ്ങൾ ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഗ്ലാസ് സെറ്റ് ചെയ്യാം. പാച്ച് ഇതേമാതിരി ഉണ്ടെങ്കിൽ അത് പാച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഗ്ലാസ് സെറ്റ് ചെയ്യാം. ശരി, ഫുള്ളും പോയേക്ക് മെറ്റലിന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അനന്ത് അത് ക്ലീൻ ചെയ്ത് നോക്കണം. പക്ഷേ ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, മൊത്തത്തിലുണ്ട് ഫുള്ള്. നമ്മൾക്ക് ആ ഒരു ടോപ്പിൽ ഇത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തിടണം. അത് നമ്മൾ ഇതിൻ്റെ ഗ്ലാസ് അയച്ചു അതേപോലെ തന്നെ അതിൻ്റെ റൂഫ് അയച്ചപ്പോൾ ഇന്നറിലെ റൂഫിൻ്റെ അവസ്ഥ തന്നെ കാണുന്നത്. വണ്ടി മഴയത്തല്ല, വണ്ടി ഇപ്പോൾ നമ്മുടെ ഒരു ഷെഡിൽ ഏകദേശം 4 ദിവസമായി കിടക്കണം. എന്നിട്ട് പോലും മുന്നത്തെ ആ ഒരു ഫംഗസും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഇരുന്ന് റൂഫും ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വർക്ക് ചെയ്യണ കാരണം റൂഫിനെ നമുക്ക് ഉണങ്ങി ക്ലിയർ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റും. അവിടെ എവിടെയൊക്കെയത് क्लीन करना था, इधर देखना, निकालो टेप। नहीं इधर थोड़ा, नहीं और इधर क्या है, इधर भी ചെക്ക് करना. മൊത്തത്തിൽ പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്രെയിം ഫുള്ളായിട്ട് തന്നെ ഇനിയിപ്പോൾ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് ഉണ്ടാക്കേണ്ടി വരും. आराम से पूरा खत्म है. ठीक है, वो पूरा निकालने का नहीं, वो मेजरमेंट चाहिए ना, इसके लिए ऐसे रखो सारे ये लोग को दिखाने के लिए. करता है उधर ही फूट जाता है. किधर टेप किधर लगा है? या क्यों टेप लगा है? लीकेज है ना, इसलिए टेप लगा है ना. उधर भी लीकेज है, पूरा क्रैक है, इसलिए देख रहे हैं कि पूरा टेप लगा दिए. वो लोग सोचो कि इधर से लीकेज है. लेकिन ग्लास का लीकेज है. ഇവിടെ നിന്ന് ലീക്കണമെന്ന് വിചാരിച്ചിട്ട് അവർ ഇവിടെയൊക്കെ ടേപ്പ് അടിച്ച് വെച്ചേക്കെ. അടിയിൽ പാച്ചില്ലല്ലോ. ഇന്നറിലെ ഫ്രെയിം പോയി. ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇവിടെ ചെറിയ റസ്റ്റ് കാണുന്നുണ്ട്. ഇത് ഇന്നറിൻ്റെ ഫ്രെയിം ഫുള്ളായിട്ട് തന്നെ പോയി. ഇതാണ് ഇന്നറിലെ അവസ്ഥ. മെറ്റലാണ് നിങ്ങളുടെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഇതൊക്കെ ഗ്രൈൻഡിങ് കാര്യങ്ങളെല്ലാം ഏകദേശം കഴിഞ്ഞു. നല്ല മഴയുണ്ട് പുറത്ത്, അപ്പോൾ സൗണ്ട് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ഗ്രൈൻഡ് ചെയ്തേ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ കുഴപ്പമില്ല, പക്ഷേ ഇന്നർ കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ പീസ് വയ്ക്കുകയാണ്, അങ്ങോട്ട് പീസ് വെച്ച് ക്ലിയർ ചെയ്യും. അതേപോലെ ഇവിടെ ഗ്രൈൻഡ് ചെയ്തിട്ട് കുഴപ്പമില്ല, പക്ഷേ നമുക്ക് ഒന്നുകൂടി ചൂടാക്കി നോക്കാം. ഹോൾസും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും പീസ് വെച്ച് ക്ലിയർ ചെയ്യും കേട്ടോ.
അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്ലാസിൻ്റെ സെറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആ ഫ്രെയിം ഫുള്ളായിട്ട് തന്നെ അത് ഉണ്ടാക്കിയിടേണ്ടതായിട്ട് വന്നിട്ട് ടോപ്പിൽ റൂഫായിട്ടും അതേപോലെ തന്നെ ഗ്ലാസ് ഇരിക്കുന്ന ആ ഒരു പോർഷനായിട്ടും ബന്ധപ്പെട്ട ആ ഫ്രെയിം നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടു. ഗ്ലാസ് ഹീറ്റിങ് അപ്പോൾ നമ്മൾ നിങ്ങളോട് പറയാനുള്ളത്, ഇതേപോലെ ഗ്ലാസ്സിന് ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു സിലിക്കോൺ ഇട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ ലീക്കേജ് തീർക്കുകയല്ല ചെയ്യേണ്ടത്. അത് അഴിച്ച് ക്ലിയർ ചെയ്ത് എന്താണ് അതിൻ്റെ കംപ്ലയിൻറ്റ് അത് നോക്കിയതിന് ശേഷം അതിന് കംപ്ലയിൻറ്റ് തീർക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതേപോലുള്ള മേജറായിട്ടുള്ള പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ വരും, ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ ഗ്ലാസ്സിനെ ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കും നിങ്ങൾ. അപ്പോൾ അത് ഒരുപാട് ടൈം എടുത്ത് തന്നെ ചെയ്തൊരു വർക്കും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവർക്കും ബൈ.